കോള് തന്നിട്ടുണ്ടോ? ഒരു കോള്, അല്ലെങ്കിൽ കോള് വേണ്ട, എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ. അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ്. അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹലോ, അപ്പൊ ബാലയുടെ കുടുംബജീവിതവും ബാലയും ഇപ്പൊ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. ബാല പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ഇടയ്ക്ക് ചെകുത്താൻ എന്ന് വിളിക്കപ്പെടുന്ന അജുവിനെ ഭീഷണിപ്പെടുത്തിയോ തോക്കുമായിട്ട് കൊല്ലാൻ ചെന്നോ ഒക്കെ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് മീഡിയേറ്റർ അല്ലെങ്കിൽ അതിന് വിറ്റ്നസ് ആയിട്ട് നിന്നത് ആറാട്ടണ്ണനായിരുന്നു. ആറാട്ടണ്ണൻ ബാല പറയുമ്പോൾ ബാലയുടെ പക്ഷത്താവും, ചെകുത്താൻ പറയുമ്പോൾ ചെകുത്താന്റെ പക്ഷത്താവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഒരിക്കൽ വലിയ ഇഷ്യൂ, വലിയ കോൺട്രവേഴ്സി അത് മീഡിയയിലും എല്ലാം വന്നത് ഷെഫീഖിന്റെ സന്തോഷമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതിനകത്ത് വർക്ക് ചെയ്തിട്ട് തനിക്ക് ശമ്പളം കിട്ടിയില്ല, തനിക്ക് വേണ്ടത്ര കാശ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അതിനുശേഷം ഉണ്ണി മുകുന്ദൻ വ്യക്തമായ തെളിവുകളോടുകൂടി മുന്നിൽ വന്നു. അപ്പോൾ കക്ഷി പ്ലേറ്റ് തിരിച്ചിട്ടു. കക്ഷി പറഞ്ഞു, എനിക്ക് കാശ് കിട്ടി, പക്ഷേ ഞാൻ ചോദിച്ചു കിട്ടിയില്ല, എനിക്ക് അത്ര ദിവസം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയെങ്കിലും വേറെ ചിലർക്ക് ആർക്കാ ക്യാമറാമാനോ എഡിറ്ററിനോ ആർക്കൊക്കെ കാശ് കിട്ടിയില്ല, പകരം സ്ത്രീകൾക്കെല്ലാം ശമ്പളം കൃത്യമായിട്ട് കൊടുത്തു. അങ്ങനെയും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ആ ക്യാമറാമാൻ അല്ലെങ്കിൽ എഡിറ്റർ ആരോ ഒരാൾ രംഗത്ത് വന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ബാല തന്നെ പറയുന്നതാണെന്ന്. അതിനിടെ ഉണ്ണിമുകുന്ദൻ ക്ലാരിഫിക്കേഷനായിട്ട് വന്നു. ഉണ്ണിമുകുന്ദൻ പത്രസമ്മേളനം നടത്തി. അതിൽ വ്യക്തമായിട്ട് ഉണ്ണിമുകുന്ദൻ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ കല്യാണത്തിന് പങ്കെടുത്ത ഒരേ ഒരു സിനിമാ നടൻ താനായിരുന്നു എന്നുള്ളതാണ്. ആ പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഒരു സിനിമാ നടന്റെ രണ്ടാം വിവാഹം എന്നാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞത്. പക്ഷെ അമൃത പറയുന്നതനുസരിച്ചാണെങ്കിൽ എലിസബത്തിനുമായിട്ടുള്ള കല്യാണം ബാലയുടെ മൂന്നാമത്തെ വിവാഹമാണ്. രണ്ടാമത്തത് അമൃതയാണ്. അമൃതയ്ക്ക് മുമ്പ് മറ്റാരോ കല്യാണം കഴിച്ചിരുന്നു, പക്ഷെ അത് അമൃത അറിഞ്ഞിരുന്നില്ല. കല്യാണത്തിന് തൊട്ടു മുമ്പ് മാത്രമാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ അമൃതയുടെ അച്ഛൻ പറഞ്ഞു, നമുക്ക് കല്യാണത്തിൽ നിന്ന് വേണമെങ്കിൽ ഒഴിയാമെന്ന്. പക്ഷേ ഈ അമൃതയുടെ അച്ഛനെ ഇത് അറിയിച്ചത് മ്യൂസിക് ഡയറക്ടർ ആയിരുന്ന രാജാമണിയാണ്. അപ്പൊ ആ രാജാമണി ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ ബാല ആക്ച്വലി മുമ്പ് കല്യാണം കഴിച്ചിട്ടുള്ളതാണെന്ന്. അത് അവസാന നിമിഷമാണ് അറിഞ്ഞത്, അത് ഡിവോഴ്സ് ആയതാണെന്നുള്ള കാര്യം. പക്ഷെ പ്രണയബന്ധത്തിലും കൂടെ ആയിരുന്നു അമൃത, അതുകൊണ്ട് തന്നെ അമൃത പിൻവാങ്ങിയില്ല. അങ്ങനെ അപ്പൊ പറഞ്ഞു വരുമ്പോൾ എലിസബത്തിന്റെ ആയിട്ടുള്ള കല്യാണം മൂന്നാം വിവാഹമാണ് ബാലയുടെ. അപ്പൊ ആ വിവാഹത്തിന് പങ്കെടുത്ത ഏക സിനിമാ നടൻ ഉണ്ണിമുകുന്ദനായിരുന്നു. അപ്പൊ ഉണ്ണിമുകുന്ദൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ മാത്രമായിരുന്നു ഏക സിനിമ ആണെന്ന്. അതിനർത്ഥം ബാലയ്ക്ക് ആരും സുഹൃത്തുക്കളില്ല, അല്ലെങ്കിൽ ആരുമായിട്ടും നല്ല ബന്ധമില്ല എന്നല്ലേ. ഈ ബാലയും പൃഥ്വിരാജും ഒക്കെ ചേർന്ന് ഒരു ബെൽറ്റ് ഉണ്ടാക്കാൻ നടന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെ ബെൽറ്റ് ഉണ്ടാക്കാൻ നടന്നവരിൽ പോലും ഒരാൾ അതിൽ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ ബാലയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് ബാലയോടുള്ള ഇംപ്രഷൻ കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു. ഇപ്പോൾ പിന്നെ നോക്കി വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ തനിക്ക് ലൈം ലൈറ്റിലേക്ക് വേണം, തനിക്ക് മീഡിയയിലേക്ക് വേണം, തന്നെ 4 പേർ തന്നെ പറ്റി സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ബാല അമൃതയുടെ വിഷയം എടുത്തിടും എന്നുള്ളതാണ് പ്രശ്നം. അമൃത ഗോപി സുന്ദറുമായിട്ട് വിവാഹം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് പോയപ്പോൾ അതിനെപ്പറ്റിയും ഇയാൾ പ്രശ്നമുണ്ടാക്കി. അതേസമയം ഇയാൾ മൂന്നാമത് കല്യാണം കഴിച്ചതിൽ യാതൊരു പ്രശ്നമില്ല. അതിനെപ്പറ്റി അമൃത ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇയാൾക്കെതിരെ ഒരിക്കലും അമൃത രംഗത്ത് വന്നിട്ടില്ല. അമൃത സുരേഷ് രംഗത്ത് വന്നതെല്ലാം തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇയാൾ ഓരോന്ന് പറയും, അമൃത അങ്ങനെ ചെയ്യുന്നു, അമൃത എങ്ങനെ ചെയ്യുന്നു എന്ന്. അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അമൃത രംഗത്ത് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അമൃതയുടെ ജീവിതം ദുസ്സഹമാക്കുകയായിരുന്നു ബാല എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം ഇവിടെ ഡിവോഴ്സ് പെറ്റീഷനിൽ, ഡിവോഴ്സ് സെറ്റിൽമെന്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയയിലും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയോ പരസ്പരം ചെളിവാരി എറിയുകയോ ചെയ്യില്ല എന്ന്. അതിനെപ്പറ്റി ഒരു വീഡിയോ അമൃത മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അമൃതയുടെ ചാനലിൽ കാണാൻ പറ്റും അത്. അപ്പോ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ബാല എപ്പോഴും ഈ അമൃതയുമായിട്ടുള്ള തന്റെ ബന്ധത്തെ സോഷ്യൽ മീഡിയയിലും തന്റെ പേര് ഉയർന്നു വരാൻ വേണ്ടി ഉള്ള ഒരു മീഡിയ, ഒരു സംഭവമാക്കി മാത്രം ഉപയോഗിക്കുകയായിരുന്നു എപ്പോഴും ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ബാലയുടെ ഇമേജ് എന്റെ മുന്നിൽ താഴ്ന്നു വരുന്നു. പലപ്പോഴും കക്ഷി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് പൊങ്ങി വരുന്നത് എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഇപ്പോൾ ബാലയുടെ പേര് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവാൻ കാരണം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. സെപ്റ്റംബർ 21 ബാലയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ഒരു ബർത്ത്ഡേ വിഷ് ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അവിടെയാണ് വീണ്ടും ചർച്ചകളിലേക്ക് ബാലയും ബാലയുടെ എക്സ് കുടുംബവും പൊങ്ങി വന്നത്. എന്തായാലും ബാല ഇപ്പോൾ എലിസബത്തിനെ പറ്റി പറയുന്നില്ല. അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എലിസബത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല. എലിസബത്ത് സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ട് വേണ്ടത്ര റീച്ച് കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം. ബാല മകൾക്ക് കൊടുത്ത ബർത്ത്ഡേ വിഷ് ഒന്ന് കാണാം. അതിനുശേഷം മകൾ കൊടുത്തൊരു മറുപടി ഉണ്ട്. അതിനു മുമ്പ് ഈ ബർത്ത്ഡേ വിഷ് കണ്ടിട്ട് വെറൈറ്റി മീഡിയ എന്നൊരു യൂട്യൂബ് ചാനൽ ഇദ്ദേഹത്തെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂവിലും ചെന്നിരുന്ന അദ്ദേഹം മകളോടുള്ള തന്റെ സ്നേഹം, വഴിഞ്ഞൊഴുകുന്ന സ്നേഹത്തെ പറ്റി ഒരു ഉപന്യാസ രചനയാണ് നടത്തിയത്. 1/2 മുക്കാൽ മണിക്കൂർ നീളുന്ന ഒരു ഉപന്യാസം തന്നെ അവിടെ ഇരുന്ന് രചിച്ചു. കക്ഷിയുടെ സ്നേഹം കണ്ടാൽ
നമ്മുടെ കണ്ണ് നിറഞ്ഞ് തുളുമ്പി ഒഴുകും. അത്രയ്ക്ക് സ്നേഹമാണ് കക്ഷിക്ക് ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ തന്റെ മകളോട്. ആദ്യം നമുക്ക് ആ ബർത്ത്ഡേ വിഷ് ഒന്ന് കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. വലിയ ബലമുണ്ട്. കാരണം മരണം ഉറപ്പിച്ചിരുന്നപ്പോ പാപ്പ എന്നെ വന്ന് കണ്ടപ്പോ ജീവനോട് അപ്പ തിരിച്ചെത്തി. ഇതിപ്പോ എന്റെ പിറന്ന നാൾക്ക് വിഷയമുണ്ട്, പ്രതീക്ഷ ഉണ്ട്, പാപ്പ എന്നെ വിളിക്കുമെന്ന്. ആ ഒരു പ്രതീക്ഷയോടെ ഒவ்வொரு ദിവസം ഈ അപ്പ ജീവനോടിരിക്കും. തീർച്ചയായിട്ടും എന്റെ മനസ്സിലുള്ള സ്നേഹത്തിക്ക് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ കണ്ടിരിക്കും, നീ എന്നെ വിളിച്ചിരിക്കും. വിളിച്ചില്ലെങ്കിലും മരണത്തിന് ശേഷമെങ്കിലും പാപ്പ എന്നെ ഒന്ന് കാണണം. അച്ഛൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ പാപ്പു, ലവ് യുടാ ഉമ്മ. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹം സുഖമില്ലാതെ നടന്നപ്പോ പോയി കണ്ടിരുന്നു. തന്നെ മകൾ തിരിച്ചു വിളിക്കും, തന്നെ ഫോൺ ചെയ്യും, തന്നോട് സംസാരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അഥവാ ഇപ്പോൾ കാണാൻ വന്നില്ലെങ്കിലും താൻ മരിച്ചു കിടക്കുമ്പോഴെങ്കിലും മകൾ കാണാൻ വരും എന്നൊരു പ്രതീക്ഷയുള്ള സ്നേഹമയനായ അച്ഛനാണ് ബാല. ഇത് കണ്ടിട്ട് വെറൈറ്റി മീഡിയ എന്നൊരു യൂട്യൂബ് ചാനൽ അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് വിളിച്ചു. മകളും അച്ഛനുമായുള്ള സ്നേഹത്തെ പറ്റി അദ്ദേഹം ഘോരം പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. മകളെയോ മകനെയോ ഒരു അച്ഛനടുത്ത് നിന്ന് പിരിച്ചു കൊണ്ടുപോകുമ്പോൾ അച്ഛൻ മാത്രമല്ല തകർന്നത്, ഒരു കുടുംബമേ തകരും. ഒരു കുടുംബം തകർന്നു പോകും, ആ വംശം തകർന്നു പോകും. ഈക്വൽ റൈറ്റ്സ് சொல்றீங்கல்ல, ഒരു മകളെ കാണണം എന്റെ അവകാശം അല്ലേ, ഒന്നും വേണ്ട, ഒരു കോമൺ സെൻസോടെ നീ. അതെ, അച്ഛനിൽ നിന്ന് മകളെ പിരിക്കുമ്പോൾ ആ കുടുംബം തന്നെ തകർന്നു പോകും, ആ വംശം തന്നെ തകർന്നു പോകും. എത്ര വലിയ സത്യമാണ് അദ്ദേഹം പറയുന്നത്. ഒരു കുടുംബത്തിന്റെ തായ്വേരറക്കുന്ന പരിപാടിയാണ് അവർ ചെയ്തത് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. തന്നെ മകളുമായി തന്നെ കാണാൻ സമ്മതിക്കാത്ത, തന്നെ തന്റെ മകളിൽ നിന്ന് വേർപിരിച്ച ഒരു കുടുംബമാണ് തന്റെ ഭാര്യയുടേതെന്നാണ് അദ്ദേഹത്തിന്റെ വിലാപം. ബാക്കി കൂടെ കേൾക്കാം. ആലോചിച്ച് നോക്ക്, ഒരു അച്ഛൻ ഒരു മകളെ കാണണം എന്റെ അവകാശം അല്ലേ, തിരിച്ചു വരാൻ എന്നെ വിട്ട് ഞാൻ വേസ്റ്റ് വെച്ചു ഒന്നും വേണ്ട, എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. എന്റെ മകൾക്ക് അച്ഛനെ കാണാനുള്ള അവകാശമില്ല, എന്റെ മകൾക്കില്ല. എന്റെ മകൾക്ക് അച്ഛനെ കാണാനുള്ള അവകാശം എന്റെ മകൾക്ക് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടല്ലേ. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എത്ര മാസം ഉണ്ടായിരുന്നു അവിടെ അമൃതല്ല അല്ലേ. എന്നെ കാണാനായിട്ട് സുരേഷ് ഏട്ടൻ വന്നിരുന്നു. ഞാൻ അവരെ കണ്ടിട്ടില്ല, പുറത്തായിരുന്നു, മരണം ഉറപ്പിച്ചിരുന്ന സമയം. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി അമൃതയുടെ അച്ഛൻ സുരേഷ് ഏട്ടൻ, അതാ ഉദ്ദേശിച്ചത്, അദ്ദേഹം മരിച്ചുപോയ അന്നാണ് ഞാൻ പുറത്ത് ഇറങ്ങുന്നത് ഹോസ്പിറ്റലിൽ. ഇറ്റ് ഹാപ്പൻ കോയിൻസിഡൻ്റലി. അപ്പോൾ അമൃത അവരുടെ അച്ഛൻ മരിച്ചതിന് വേണ്ടി കരഞ്ഞ് പാട്ട് പാടുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, മലയാളികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വേദന. സ്റ്റേജിലിരുന്ന് കരയുന്നത്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ആ അച്ഛൻ ഉണ്ടായിട്ടല്ല അമൃത ഉണ്ടായത്, ഞാൻ ഉണ്ടായിട്ടല്ല എൻ്റെ മകളുണ്ടായത്. അപ്പോൾ ഒരു മകൾക്ക് അച്ഛൻ വേണമെന്നുള്ള കാര്യം എനിക്കറിയാം അല്ലേ. ഒരു മകൾക്ക് അച്ഛൻ ഉണ്ടാവണം ജീവിതത്തിൽ ത്രൂ ഔട്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഇല്ലെങ്കിൽ കരയില്ലല്ലോ, വേദിയിലിരുന്ന് എല്ലാവരും മുമ്പ് കരയില്ലല്ലോ. അപ്പോൾ ഞാൻ കേட்கறது, ഇത് കോടതി പറഞ്ഞു തരണോ, വീട്ടിലുള്ള ബന്ധുക്കൾ പറഞ്ഞു തരണോ, ഹിന്ദു മതമോ ക്രിസ്ത്യൻ മതമോ മുസ്ലിം മതമോ പറഞ്ഞു തരണോ അമൃത? ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായ മറുപടി 12-13 വയസ്സ് മാത്രമുള്ള അമൃതയുടെ മകൾ പാപ്പു എന്ന് വിളിക്കപ്പെടുന്ന അവന്തിക കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു പോയിന്റ് ഇദ്ദേഹം പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, മകൾക്ക് എന്നെക്കാണുള്ള അവകാശം ഇല്ലേ, അതിന് മകൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്, എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല അച്ഛാ നിങ്ങളെ കാണണമെന്ന്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, അമൃത സുരേഷിന്റെ അച്ഛനായ സുരേഷ് മരിച്ചപ്പോ അമൃത അതിനെ ഓർത്ത് വിഷമിക്കുന്നതും അതിനെ ഓർത്ത് വിഷമിച്ച് പാട്ട് പാടുന്നതും ഒക്കെ കണ്ടുവന്ന്. അപ്പോൾ എൻ്റെ മകൾ ഉണ്ടായതുകൊണ്ടാണ്, ഞാൻ ഉണ്ടായതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ ബന്ധമില്ലേ മിസ്റ്റർ, കൊച്ചിനെ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം തന്തയാവുന്നില്ല. അതിനുള്ള സ്നേഹം കൊടുക്കണം, അതിനുള്ള കരുതൽ കൊടുക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലാതെ തന്തയെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഘോരം പ്രസംഗിച്ചുകൊണ്ട് അച്ഛനാവില്ല. അച്ഛനാവണമെങ്കിൽ അച്ഛന്റെ കർമ്മം, അച്ഛന്റെ കടമ നിങ്ങൾ നിർവഹിക്കണം. അത് നിങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം അതിനുള്ള കാരണവുമുണ്ട്. അതിനുള്ള കാരണം വ്യക്തമായിട്ട് ഈ അമൃതയുടെ അഡ്വക്കേറ്റും എല്ലാം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മകൾ പാപ്പു എന്ന മകളും പറയുന്നുണ്ട്. ചിലരെങ്കിലും പറയുന്നുണ്ട് അത് പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന്. പക്ഷെ എനിക്ക് അത് കണ്ടിട്ട് തോന്നിയില്ല അത് പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന്. കാരണം ഒരു കുട്ടി എത്രയെന്ന് വെച്ചാണ് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ എത്രയെന്ന് വെച്ചാണ് കാണാതെ പഠിച്ച് പറയുന്നത്. കാണാതെ പഠിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അത്രയും മണ്ടന്മാരൊന്നും അല്ലല്ലോ നമ്മൾ സാധാരണക്കാർ, നമ്മൾ കാണുന്നവർ. എന്നാലും ആ കുട്ടിയുടെ വാക്കുകൾ കൂടെ ഒന്ന് കേൾക്കാം. എനിക്ക് മടുത്തു. എനിക്ക് എന്റെ മദറും എന്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു. എനിക്കത് പറ്റില്ല. എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ. അതെനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴോ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നെയും എന്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണോ, അത് ട്രൂ ആണോ, ഇവര് പറയുന്ന ട്രൂ ആണോ, ശരിക്കും ഇതൊക്കെ നടന്നു. എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല.
നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു 12 വയസ്സുകാരി കുട്ടിയുടെ മനോവ്യാപാരം, അവൾക്കുണ്ടാകുന്ന വേദനകൾ എന്തൊക്കെയാണെന്ന്. കാരണം ഓരോ തവണ അമൃതയെ പറ്റി അച്ഛനായ ബാല ഓരോ സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ന്യൂസിലേക്ക് എന്തെങ്കിലുമോ കൊടുക്കുമ്പോഴോ ഇവിടെ ഫുൾ കുടുംബത്തെ, ഫുൾ ഫാമിലിയാണ് അത് ബാധിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരെ പറ്റി ഏതെങ്കിലുമൊക്കെ ആരോപണങ്ങൾ വായിൽ തോന്നുന്നതൊക്കെ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യം എന്താണ്? ഇവർ രണ്ടുപേരും ഡിവോഴ്സായി, രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്, രണ്ട് ജീവിതം നയിക്കുകയാണ്. ഇയാൾ എലിസബത്തിനെ വിവാഹം ചെയ്തു, അവർ ഗോപി സുന്ദറുമായിട്ട് കുറച്ചുനാൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിലോ മറ്റോ ആയിരുന്നു. അതോ കല്യാണം കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, ഐ ഡോണ്ട് നോ. പക്ഷെ അത് അവരുടെ ചോയ്സ് അല്ലേ. അവർ കല്യാണം കഴിച്ചോട്ടെ, അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുന്നില്ലല്ലോ. നിങ്ങൾ എലിസബത്തിനെ വിവാഹം ചെയ്തപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ലല്ലോ, അതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് അവർ മീഡിയയിൽ കൊടുത്തില്ല. അവർ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല മിസ്റ്റർ. നിങ്ങൾ ജീവനോടെ ഉണ്ടെന്നോ ഒന്നും അവർ നോക്കുന്ന പോലും ഇല്ല. പിന്നെ നിങ്ങൾ എന്താണ് അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്നത്? നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ പാപ്പു പാപ്പു എന്ന് വിളിക്കുന്ന മകൾ തന്നെ പറയുന്നു അത്തരം ആരോപണങ്ങളും അനാവശ്യമായ ഇടപെടലുകളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഓരോരുത്തരും ചോദിക്കും. അപ്പോൾ ഞാൻ ചില യൂട്യൂബ് വീഡിയോസിന്റെ അടിയിൽ കമന്റ് കണ്ടു, ഗോപി സുന്ദറുമായിട്ട് പോയപ്പോ ഈ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലേ എന്ന് കുട്ടിയോടാരും. അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഉണ്ടായിരുന്നു. അത് അതിന്റെ അമ്മയുടെ ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നു എന്ന് തോന്നി, ആ ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റും. ടു എയർ ഈസ് ഹ്യൂമൻ, മനുഷ്യനാണ്, അബദ്ധങ്ങൾ മിസ്റ്റേക്കുകൾ പറ്റും. അതിനൊരു അബദ്ധം പറ്റി, അത് വിചാരിച്ചു ഇതൊരു നല്ല ബന്ധമായിരിക്കുമെന്ന്. അതല്ലായിരുന്നു. അതിനുശേഷം അവർ രണ്ട് സെപ്പറേറ്റ് ആയി. അതിനുശേഷം ഗോപി സുന്ദർ എന്തെങ്കിലും അമൃതയെ പറ്റി പറയുന്നുണ്ടോ? അതോ അമൃത അയാളെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ മദറും ഭയങ്കര ബാഡാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ പറ്റിയാണ്. എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറെ നമ്പർ ഓഫ് വീഡിയോസ്. ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ. എനിക്ക് ഒരു കാര്യം പോലും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്ക് ലവ് ചെയ്യാൻ, എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാവിനെയും എന്റെ ആന്റിനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു. അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാന്. ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്കൊന്നും നടക്കാണ്ടിരുന്നത് തന്നെ. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്, മെന്റലി മാത്രമല്ല ഫിസിക്കലിയും. എന്റെ ഈ കുട്ടിക്ക് ഇപ്പോൾ 12-13 വയസ്സാണ് പ്രായം. ഇത് 2.5-3 വയസ്സ് വരെ മാത്രമേ ബാലയോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നടന്ന ഒരു സംഭവമാണ് ഇത് പറയുന്നത്. ഒരു കുപ്പിയോ മറ്റോ എറിഞ്ഞു, അത് അമൃത തടുത്തതുകൊണ്ടാണ് ഈ കുട്ടിയുടെ ദേഹത്ത് തലയിലോ മറ്റോ കൊള്ളായിരുന്നത്. അതല്ലാതെ തലയിൽ കൊണ്ടേനെ. ഇവിടെ പലരും പറയുന്നുണ്ട്, ഈ 2.5 വയസ്സിലോ 3 വയസ്സിലോ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ ഓർമ്മ വയ്ക്കുന്നുവെന്ന്. ഈ കുട്ടിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മഡോണ സെബാസ്റ്റ്യനും ധന്യവർമ്മയായിട്ടുള്ള ആ ഇന്റർവ്യൂ ആണ്. മഡോണ സെബാസ്റ്റ്യന്റെ ഒരു ഇന്റർവ്യൂ ധന്യവർമ്മ എടുത്തിരുന്നു. അതിന്റെ പ്രോഗ്രാമിന്റെ പേര് ഹാപ്പിനെസ് പ്രൊജക്ട് എന്നോ മറ്റോ ആയിരുന്നു. അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മഡോണ പറയുന്നുണ്ട്, 1 വയസ്സുള്ളപ്പോ അച്ഛൻ ഗ്രൗണ്ടിൽ ഓടിക്കുന്ന കാര്യം, പിന്നെ 1.5 വയസ്സുള്ളപ്പോൾ പുഴയിലേക്ക് എടുത്തെറിയുന്ന കാര്യമൊക്കെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഓർമ്മയുണ്ടെന്ന്. അതിന് കുറെ ട്രോള് വന്നിരുന്നു, കുറെ പേർ കളിയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ബേസിക്കലി ഇതിന് കളക്റ്റീവ് മെമ്മറി എന്നാണ് പറയുന്നത്. അതായത് ചില ഇൻസിഡൻസ് ഉണ്ടാവും, വേഗമായിട്ട് മെമ്മറിയിൽ ഉണ്ടാകാം, കുട്ടിയുടെ മെമ്മറിയിൽ ഉണ്ടാകാം. അത് പേരൻസോ മറ്റുള്ളവരോ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഗ്രാസ്പ് ചെയ്തത് അതിന്റെ അനുഭവമായിട്ട് മാറുന്നതാണ്. ബേസിക്കലി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കടന്നു ചെല്ലും. അതിനുശേഷം അതൊരു തനിക്ക് അനുഭവപ്പെട്ട കാര്യമായിട്ട് അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് മെമ്മറിയിൽ നിന്ന് റീകളക്ട് ചെയ്യാൻ തുടങ്ങും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം 2.5-3 വയസ്സിലുള്ള അത്ര കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല, വേഗമായിട്ടൊരു മെമ്മറി ഉണ്ടാവാം. പിന്നെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസ്, ട്രോമകളും മറ്റും ചിലർക്കെങ്കിലും ഓർമ്മ നിൽക്കുമായിരിക്കും. പക്ഷെ ഇത്രയും വ്യക്തമായിട്ട് ഓർമ്മ നിൽക്കില്ല. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേഗമായിട്ടുള്ള ഒരു മെമ്മറി ഉണ്ടാകത്തുള്ളൂ, അന്ന് ഇങ്ങനെ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു മെമ്മറി ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷമുള്ള മെമ്മറി ഈ വീട്ടുകാർ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ മനസ്സ് പാകപ്പെടുത്തുന്നതാണ്. ഒരു ടീനേജിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ ടീനേജിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, 13 ആയിട്ടുണ്ടാവും. അപ്പൊ ആ പെൺകുട്ടിക്ക് വീട്ടുകാർ സംസാരിക്കുന്നതിൽ നിന്ന് അവൾ ഗ്രാസ്പ് ചെയ്തു. അവളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അവർ പരസ്പരം സംസാരിച്ച കാര്യമോ സംസാരിച്ച കാര്യമോ അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറിയിട്ട് അവൾ അതിനെ ഒരു പിക്ചറായിട്ട് ഫോം ചെയ്തതാണ്. അതിന് കളക്റ്റീവ് മെമ്മറി എന്നാണ് പറയുന്നത്. അപ്പോ ഇത്തരമൊക്കെ കാര്യങ്ങൾ
ബാല ചെയ്തിട്ടുണ്ട്. ഈ വേറൊരു കാര്യം കൂടെ ഉണ്ട്, കോർട്ടിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുപോയ കാര്യം ഈ കുട്ടി പറയുന്നുണ്ട്. ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു സാധനവും ചെയ്യില്ല. ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആക്ച്വലി ഇത് പ്ലീസ്, വാട്ട് ഈസ് സേയിങ് ഇസ് ആബ്സല്യൂട്ട്ലി റോങ്, ഫുൾ ഓഫ് ലൈസ്, ആൻഡ് ഈസ് മെന്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർഡ് മീ ആൻഡ് മൈ മദർ. കോർട്ടിൽ നിന്ന് വലിച്ച് ഇഴച്ചുകൊണ്ടാണ് പോയെന്നാണ് ഈ കുട്ടി പറയുന്നത്. അതും ചിലപ്പോൾ കളക്റ്റീവ് മെമ്മറി ആവാം, അതിന്റെ ഒരു വേഗ് മെമ്മറി അതിനും കുട്ടിക്കും ഉണ്ടാവാം. 2-2.5 വയസ്സ് 3 വയസ്സാകുമ്പോൾ അതിന്റെ ഒരു ചെറിയ മെമ്മറി എന്തായാലും ഉണ്ടാവും. അതിനുശേഷം ഫുഡ് പോലും കൊടുത്തില്ല, വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്നതെല്ലാം വെറും നാടകമാണ്, കള്ളങ്ങളാണ്, ഇതിലൊന്നും സത്യമില്ല. മെന്റലിയും ഫിസിക്കലിയും തങ്ങളെ ടോർച്ചർ ചെയ്തിരുന്നു അച്ഛൻ എന്നാണ് ഈ കുട്ടി പറയുന്നത്. ആ കുട്ടിയെ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം പൊതുവിടങ്ങളിൽ പോലും ബാലയുടെ ബിഹേവിയർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ചെകുത്താനെതിരെയുള്ള വധഭീഷണിയാണെങ്കിലും തോക്കുമായിട്ട് പോയതാണെങ്കിലും നമുക്ക് ഊഹിക്കാം ഒരാൾ പബ്ലിക് സ്പേസിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ളത്. ആൾ ഔട്ട് ഓഫ് കൺട്രോൾ പോയതായിട്ടാണ് ആ വീഡിയോയും ആ രംഗങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഒരു സാധാരണക്കാരന് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അറ്റ്ലീസ്റ്റ്. അപ്പോ വീട്ടിൽ എങ്ങനെയായിരിക്കും ഇദ്ദേഹം ഡ്രങ്കാർഡാണ്, മദ്യപാനിയാണെന്നും കൂടെ മകൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയായിരിക്കും വീട്ടിൽ ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നേ ഉള്ളൂ. കുറച്ചു ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ. എനിക്ക് കാണണ്ട, എനിക്ക് ലിറ്ററലി ഐ ഡോണ്ട് വാണ്ട് ടു സീ യുവർ ഫേസ്. ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്റെ മകൾക്ക് എന്നെ കാണാനുള്ള റൈറ്റ് ഇല്ലേ? ഭയങ്കര ദുഃഖഭരിതനായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. വംശത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അമൃത തന്റെ അച്ഛനെ പറ്റി പറഞ്ഞതിനെ പറ്റിയും അച്ഛൻ മരിച്ചപ്പോൾ ദുഃഖഭരിതയായി പാടിയതിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മകൾ പറയാണ്, എനിക്ക് നിങ്ങളെ കാണണ്ട. സിമ്പിൾ. കാണണ്ടെന്ന് മീൻസ് കാണണ്ട, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടോ? ഒരു കോള്, അല്ലെങ്കിൽ കോള് വേണ്ട, എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ, ഒരു ഗിഫ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒറ്റ സാധനം പോലും ഇല്ല. ഒരു കോളോ ഒരു ഗിഫ്റ്റോ ഒരു മെയിലോ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. വേണമെങ്കിൽ അത് വീട്ടുകാരടുത്ത് മാറ്റി വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ കോൾ ബ്ലോക്ക് ചെയ്തതായിരിക്കാം. പക്ഷേ അതിനെപ്പറ്റി ഈ കുട്ടിയുടെ അമൃതയുടെ അഡ്വക്കേറ്റ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ അമൃതയുടെ ചാനലിൽ തന്നെ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നൊരു വീഡിയോ ആണ്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഇതിന് ശേഷം. അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട്, മകളുടെ വീഡിയോ കണ്ടിട്ട് ബാല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി മകളെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞ്. നല്ല കാര്യമാണ് ഇനി ശല്യം ചെയ്യാതിരിക്കുന്നത്, കാരണം ആ കുട്ടി ജീവിച്ചു പോയിക്കോട്ടെ. സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു. താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല. മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരു അപ്പൻ ആനേ അല്ല. പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു 2-3 വയസ്സിലാണ് പോയത്. 3 വയസ്സാകുമ്പോൾ എന്നെ വിട്ട് അകന്നു പോയി. ഇപ്പൊ ക്ലാസ് എടുത്ത് അടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത്. അപ്പൊ അദ്ദേഹം വളരെ ദുഃഖമുണ്ട് മുഖത്ത്. എത്രത്തോളം സത്യസന്ധമാണ് ആ ദുഃഖം എന്ന് എനിക്കറിയില്ല. പക്ഷേ പറയുന്ന പല കാര്യങ്ങളും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇവരെ അമൃതയെയും മകളെയും അവിശ്വസിക്കാൻ തോന്നില്ല എന്നതാണ് സത്യം. ഇദ്ദേഹം പല രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധം വേർപിരിക്കേണ്ട കാര്യമില്ലല്ലോ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ്. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ വേർപിരിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയെ ഇയാൾ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് അമൃതയുടെ പേര് വലിച്ചിഴയ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാളുടെ ഉള്ളിൽ അത്രയ്ക്ക് ദേഷ്യമുണ്ട്, അത്രയ്ക്ക് പ്രതികാര ബുദ്ധി, പ്രതികാര ദാഹമുണ്ട് എന്ന് തന്നെയല്ലേ പറയുന്നത്. The permanent custody of the minor daughter Avantika shall be with the respondent up to the age of 18 years, and the respondent will give education to the minor daughter Avantika. The petitioner will only have the right to visit and take the custody of the minor daughter Avantika only on every second Saturday of every month from 10 AM to 4 PM. അനുസരിച്ച് അമൃത ആദ്യ സെക്കൻഡ് സാറ്റർഡേ, ഈ ഡിഗ്രി ഉണ്ടായതിന്റെ ആദ്യ സെക്കൻഡ് സാറ്റർഡേ തന്നെ അമൃതയും അമൃതയുടെ അമ്മയും അവിടെ കുട്ടികളായിട്ട് ചെല്ലുകയും അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ്. അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കുട്ടിയെ കാണാനായിട്ട് ചെന്നിട്ടും അവര് ആ മാസം വന്നിട്ടില്ല, ബാല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് ആ മാസത്തെ വിസിറ്റോറിയലായിട്ട് ഇല്ലാതാവുകയും അതേസമയം അടുത്ത മാസം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കുകയോ ഇമെയിലിലൂടെയോ അമൃതയെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണമെന്നും അങ്ങനെ അറിയിപ്പിച്ചാൽ മാത്രമേ കാണാൻ.
ഇത് അമൃത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്റെ ചാനലിലിട്ട വീഡിയോ ആണ്. ഇതിനകത്ത് കൃത്യമായിട്ട് ഈ വിവാഹ മോചനത്തിന് സംബന്ധിച്ചുള്ള നിബന്ധനകൾ, കോർട്ട് ഓർഡർ ആണ്, വേർഡിക്റ്റ് ആണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് എല്ലാ മാസത്തെയും 2ാമത്തെ ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ കുട്ടിയെ കാണാം. 10 മുതൽ 4 മണി വരെ ബാലയ്ക്ക് അവകാശമുണ്ട്. അത്രയും നേരം കുട്ടി ബാലയുടെ കയ്യിൽ ആയിരിക്കുന്നതിന് അവകാശമുണ്ട്. ഒരു മൈനർ ആയിരിക്കുമ്പോൾ, എസ്പെഷ്യലി പെൺകുട്ടി ആയിരിക്കുമ്പോൾ അമ്മയ്ക്കാണ് 18 വയസ്സ് വരെയുള്ള വളർത്താനുള്ള അവകാശം സാധാരണയായിട്ട് കോടതി കൊടുക്കുന്നത്. അതല്ല അമ്മയ്ക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛന് കൊടുക്കുമായിരിക്കാം. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ എപ്പോഴും കുട്ടികളുടെ വളർത്താനുള്ള അവകാശം അമ്മയിൽ നിക്ഷിപ്തമായിരിക്കും. അമ്മ എന്നത് സത്യവും അച്ഛൻ എന്നുള്ള വിശ്വാസവുമാണല്ലോ ബേസിക്കലി. അപ്പോൾ അതനുസരിച്ച് എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ബാലയ്ക്ക് മകളെ കാണാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ സാറ്റർഡേ തന്നെ അയാൾ ചെന്നില്ല. അതിനുശേഷം നെക്സ്റ്റ് മന്തിലുള്ള സെക്കൻഡ് സാറ്റർഡേ അവർക്ക് കാണണമെങ്കിൽ, ബാലയ്ക്ക് മകളെ കാണണമെങ്കിൽ അത് ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ അറിയിക്കണമായിരുന്നു. അയാൾ അറിയിച്ചിട്ടില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അഥവാ അയാളുടെ ഫോൺ ബ്ലോക്ക് ചെയ്തു എന്ന് വെച്ചോ. അങ്ങനെ ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ ഇയാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും ബഹളം വെച്ചതിനെ, കോടതിയിലും പോയതിനെ. അറ്റ്ലീസ്റ്റ് കോടതിയിൽ പോയില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ അയാൾ വന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു എന്നുള്ള കാര്യം 100% ഉറപ്പ്. 100 അല്ല 150% ഉറപ്പാണ്. കാരണം ബാല ഒരു കാര്യം നോക്കിയിരിക്കുകയാണ് അമൃതയ്ക്ക് ഇട്ട് കുത്താൻ. അങ്ങനെ ഉള്ളപ്പോ ഇയാൾ ആദ്യത്തെ തവണ ചെന്നില്ല, ആദ്യത്തെ സെക്കൻഡ് സാറ്റർഡേ ചെന്നില്ല, 2ാമത്തെ സെക്കൻഡ് സാറ്റർഡേ ഇമെയിലോ ഫോൺ കോളോ ചെയ്തില്ല. പിന്നെ എന്തർത്ഥത്തിലാണ് മകളെ കാണണം, മോളെ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് തന്നെയാണ് മകളും ചോദിക്കുന്നത്. ഒരു ഗിഫ്റ്റ് പോലും തന്നിട്ടില്ല, ഒരു കോൾ പോലും ചെയ്തിട്ടില്ല, എന്നെ കാണാൻ വന്നിട്ടില്ല. അങ്ങനെയുള്ള അച്ഛൻ, നിങ്ങൾ അച്ഛനാണെന്ന് പറയാൻ എന്ത് അവകാശം അച്ഛാ? കോംപ്രമൈസ് പെറ്റീഷനകത്ത് തന്നെ അമൃതയ്ക്ക് ഇതിനൊക്കെ കൂടി ആയിട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്ന 25 ലക്ഷം രൂപ. 25 ലക്ഷം രൂപ കൂടാതെ ഉള്ളത് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ പേര് പാപ്പു, അവന്തിക എന്ന് പറഞ്ഞ പാപ്പുവിന്റെ പേരിൽ ഒരു 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം മാത്രമാണ് ഈ കോംപ്രമൈസ് പെറ്റീഷൻ പറയുന്നത്. ഈ ഇൻഷുറൻസ് പോളിസിയും ഈ ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തിനകത്ത് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞേക്കുന്നത് ഈ കുട്ടിക്ക് വേറെ ഒരു സാധനവും, ഈ അച്ഛൻ എന്ന് വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ എപ്പോഴും ഞാൻ അച്ഛനല്ലേ എന്ന് വിളിച്ചു പറയുന്നയാള് വിളിച്ചു പറയുന്നത് കോംപ്രമൈസ് പെറ്റീഷനിൽ എഴുതി വെച്ചിരിക്കുന്ന സെറ്റിൽമെന്റ് ഓഫ് മെയിൻ്റനൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക ആണ്. അതായത് ഈ കുട്ടിക്ക് ഇനി ഒരു മണി പൈസ പോലും ഈ കുട്ടിക്ക് വേണ്ടി. ജീവനാംശത്തെ പറ്റിയാണ് പറയുന്നത്. അലിമണി പറയുന്നത് 25 ലക്ഷം രൂപയും പിന്നെ ഒന്ന് 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയും. ഈ 25 ലക്ഷം രൂപ എന്നത് കുട്ടിയുടെ മെയിൻ്റനൻസ് ചാർജ്, എഡ്യൂക്കേഷനുള്ളത്, കല്യാണത്തിനുള്ളത്. അതായത് കല്യാണം വരെയുള്ള ചെലവായിട്ട് 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈസയും അയാൾ കൊടുക്കില്ല. അത് അയാൾ തന്നെ സൈൻ ചെയ്തതാണ്. ഇത് കോർട്ടിൽ നിന്നുള്ള ഓർഡറാണ്. ഇത് ഇവർ ഉണ്ടായി കൊണ്ടുവന്നതല്ല. പറയുന്നത് അമൃതയുടെ അഡ്വക്കേറ്റ് ആണ്. പക്ഷെ കോർട്ടിൽ നിന്നുള്ള ഓർഡർ അവർ കോട്ട് ചെയ്യുകയാണ്, അത് വായിക്കുകയാണ് കക്ഷി. അപ്പൊ ഇതൊന്നും അറിയാതെയാണോ ഈ ബാല വന്ന് ഞെളിഞ്ഞിരുന്ന് പറയുന്നത്? ബാല തന്നെയല്ലേ സൈൻ ചെയ്ത് കൊടുത്തത്? അഥവാ നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കണമായിരുന്നെങ്കിൽ നിങ്ങൾ അതിനകത്ത് വേണമെങ്കിൽ എഴുതാമായിരുന്നു. അതല്ലെങ്കിൽ മകൾക്ക് വേണ്ടി സെപ്പറേറ്റ് കൊടുക്കാമായിരുന്നു. നിങ്ങൾ മകൾക്ക് വേണ്ടി എന്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങൾ ലാപ്ടോപ്പ് കൊടുത്തു എന്ന് പറയുന്നു. ആ മകൾ വന്ന് തന്നെ പറയുന്നു എനിക്ക് ലാപ്ടോപ്പും വേണ്ട, ഒന്നും വേണ്ട, എനിക്കൊന്നും തന്നിട്ടുമില്ല. ഇങ്ങനെ സ്വന്തം ജീവിതം ഇപ്പൊ സ്വന്തം ജീവിതമല്ല, ഇപ്പൊ മറ്റൊരാളുടെ ജീവിതം ഇങ്ങനെ വലിച്ചിഴച്ച് നശിപ്പിക്കേണ്ട യാതൊരു കാര്യവും ബാലയ്ക്കുണ്ടെന്ന് തോന്നുന്നില്ല. ബാലയ്ക്ക് ബാലയുടെ ജീവിതം, അവർക്ക് അവരുടെ ജീവിതം. ആ കൊച്ചു കുട്ടിയെങ്കിലും വെറുതെ വിട്ടുകൂടെ? നിങ്ങളുടെ ചോരയിൽ പിറന്ന നിങ്ങളുടെ മകളല്ലേ, നിങ്ങളല്ലേ പറയുന്നത് ഞാൻ അച്ഛനാണ്, എന്റെ വംശമാണ്, അതാണ് ഇതാണെന്ന്. അപ്പോൾ അവരെങ്കിലും വെറുതെ വിട്ടുകൂടെ? ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ആരും കൂടെ ഇല്ലാത്തപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടാവാം, ഏകാന്തത അദ്ദേഹത്തെ കാർന്നു തിന്നുന്നുണ്ടാവാം. അതുകൊണ്ടൊക്കെ കൊണ്ട് ആവാം ഇപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മകളെ വേണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതിന് മകളെ വേണമെങ്കിൽ അതിന്റെ രീതിയിൽ പെരുമാറണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇപ്പോഴും സമയമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പാച്ചപ്പ് ചെയ്യാൻ. പക്ഷെ അതിന് അദ്ദേഹത്തിന്റെ ചിന്താഗതിയും ചിന്താരീതികളും മാറ്റേണ്ടതുണ്ട്. മദ്യപാനം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കേണ്ടതുണ്ട്. കാരണം ഭയങ്കര ഡ്രങ്കാർഡാണെന്ന് മകൾ തന്നെ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ എല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു ജസ്റ്റിഫിക്കേഷൻ. കാരണം മകൾ വന്ന് വീഡിയോ ഇട്ടതിന് കുറെ പേർ ക്രിട്ടിസൈസ് ചെയ്തു, പറഞ്ഞു പഠിപ്പിച്ചു, കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്തു, കൊച്ചിനെ കാണാതെ പഠിപ്പിച്ച് കൊണ്ടിരുത്തി എന്നൊക്കെയാണ്. അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഈ അമൃത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ജസ്റ്റ് ഒന്ന് കാണാം. വീട്ടിൽ കൂടെ പോളെ ഡ്രാഗ് ചെയ്ത് പിടിച്ച് നിലത്ത് കൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റിയിട്ട സീൻ. ഇതെങ്ങനെ ബ്രെയിൻ വാഷ് ആവുന്നത്? എൻ്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിനുശേഷം
ഒരു 3 വയസ്സിലുണ്ടായ അവള് കണ്ടിട്ട് ഷോക്കായ ഒരു സിറ്റുവേഷൻ അവള് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഓർമ്മയില്ലേ? എനിക്ക് നമ്മളെ ഞെട്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അത്ര വേദനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് എനിക്ക് 2 വയസ്സുള്ള കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഐ വോണ്ട് ടു ഡു എ വീഡിയോ മമ്മി. ഞാൻ എന്താണെന്നൊന്നും പറയില്ല, പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യണം. എന്റെ പാപ്പുവും ഗ്രാൻഡ്മ കാണുന്ന അങ്കിൾമാരും ആന്റിമാരും ഒക്കെ അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും മമ്മി. ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പു ആ വീഡിയോ എടുക്കുന്നതും. അപ്പോൾ അമൃത പറയുന്നത് അത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് സംഭവിച്ചതാണ്. അത് ഇത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഓർമ്മയിൽ നിൽക്കുമെന്നാണ്. കുറച്ചൊക്കെ ഓർമ്മയിൽ നിൽക്കുമായിരിക്കാം, അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പിന്നെ ഒന്ന് കളക്റ്റീവ് മെമ്മറി എന്ന് പറയുന്ന സംഭവം ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു നടന്ന സംഭവം തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അതോടൊപ്പം തന്നെ ഈ വീഡിയോയും ആ കുട്ടി തന്നെ ചെയ്തതായിരിക്കും. കാരണം 12-13 വയസ്സുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്ക് ന്യൂ ജനറേഷൻ ആണ്, ജനറേഷൻ Z ആണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും Z കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും ജനറേഷൻ ഏതോ ഒരു ജനറേഷൻ ആണ്. എന്തായാലും അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവർക്ക് ജനിക്കുമ്പോഴേ മൊബൈലുമായിട്ടാണ് ജനിക്കുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ പറഞ്ഞു പഠിപ്പിച്ച് ചെയ്യിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് നാച്ചുറൽ ഫ്ലോയിലാണ് സംസാരിക്കുന്നത്. അത് എഡിറ്റ് ചെയ്ത് ഇട്ടതൊന്നുമല്ല, ഒറ്റയടിക്കാതെ സംസാരിക്കുന്നുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും സ്വന്തം അച്ഛനിട്ട് മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ആരുടെ പക്ഷത്താണ് ന്യായമെന്ന് തോന്നുന്നു? ബാല പറയുന്നതെല്ലാം സത്യമാകാൻ സാധ്യതയുണ്ടോ, അതോ ആ കുട്ടി പറയുന്നതിലാണോ കൂടുതൽ ന്യായമുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ചിന്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വെറുതെ അങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഉണ്ടല്ലോ, ആ ബെൽ ഐക്കൺ, അതും കൂടെ ഒന്ന് ഓൺ ആക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.